ദൈവത്തിന്റെ പോരാളികൾ എന്തുകൊണ്ടാണ് തോറ്റുകൊണ്ട് തുടങ്ങുന്നതെന്നറിയാമോ? അഹന്ത. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് ഹീറോസ്. പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കില്ല. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. രഞ്ജിത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരാത്? ആരെങ്കിലും ഗുരുവായൂർ നടയിൽ വെച്ച് കല്യാണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടോ? അമ്മയോട് ഞാൻ പറയും, എനിക്ക് ബാലാമണി നീക്കുട്ടി ഇഷ്ടമാണ്. ഞാനിവിടെ കല്യാണം കഴിക്കും. മിസ്റ്റർ കുഞ്ഞുഞ്ഞിനോടൊരു കാര്യം പറയുന്നുണ്ട്. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കാണാതായപ്പോ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചതാ. എന്താ കാര്യം? എന്ത്? ഒന്നുമില്ലടാ. ബാലാമണി 143 കാറിന്റെ നമ്പർ. അവനെ കൈവിട മാട്ടെ. പക്ഷെ ഉന്നെ മട്ടും കാതലിച്ച മറ്റു സുന്ദരിമാരെന്നോട് പിണങ്ങൂല്ലേ? പൃഥ്വിരാജിനെതിരെ ഒരു വിലക്കുണ്ടായിരുന്നു. പൃഥ്വിരാജ് അഭിനയിക്കുന്ന പടത്തിൽ മറ്റു നടന്മാരൊന്നും അഭിനയിക്കരുത്. അന്നവിടെ സംഭവിച്ചതെന്താന്ന് വെച്ചാൽ പൃഥ്വിരാജ് ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോ 25 വയസ്സിലെ തമാശ നാടകം. പക്ഷെ അത് ഇത്രയും കൊല്ലം ഇരിക്കപ്പുറത്ത് തരാത്ത പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോ കൂകിയാൽ നീ പറയണ്ട ഇവിടെ. അതാണ്. എന്നാൽ മാറ്റടാ ഗിയർ. മാറ്റി. രാവിലെ വഴിയില് വടക്കം വീട്ടിലുണ്ടായ ഈ താന്തോന്നിയുടെ കൈയും കാലും വെട്ടി രോമം പഠിക്കും അല്ലടാ. എങ്കി വെട്ടി വടിക്കടാ കഴിവറട മോനെ. ക്രവ്യൂഹം ഭേദിക്കാൻ ഇവൻ മതി. അവനാളെടുക്കില്ല. തല്ലി തോൽപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ തിരിച്ചു വന്നതല്ല ഞാൻ. ജീവിക്കാൻ വേണ്ടി. Good shot.